വെൽക്കം ബാക്ക് ടു വില്ലേജ് എല്ലർ. അപ്പോൾ നമ്മുടെ പുതിയ സാരിയുടെ സെഗ്മെൻ്റ് ആയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ലിനൻ കോട്ടൺ, ഹാൻഡ് ബ്ലോക്ക് പ്രിൻസ്, കോട്ടാഡോറിയ, ഇങ്ങനെ പല സാരീസും കണ്ട് നിങ്ങൾ മടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമ്മുടെ ഫെസ്റ്റീവ് സീസൺ ആണ്, കല്യാണങ്ങളൊക്കെ വരികയാണ്. നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സാരീസാണ് നമ്മൾ വില്ലേജ് എല്ലറിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ എടുത്തിരിക്കുന്ന ഈ സാരിയുടെ ഒരു റീൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ എനിക്ക് മാക്സിമം എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ടൈമിൽ ഞാനിതിൻ്റെ ഡിഫറെൻറ്റ് കളർ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് ഇവിടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ എടുത്തിരിക്കുന്ന സാരീസിൻ്റെ കളേഴ്സ് ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിഫറെൻറ്റ് പാറ്റേൺ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ സാരീസായി കണ്ടാലോ. അപ്പോൾ കല്യാണ സീസണിൽ നമുക്ക് എടുക്കാൻ പറ്റിയ ഭയങ്കര അഫോർഡബിൾ ആയിട്ട് രീതിയിലാണ് നമ്മൾ ഈ സാരീസ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ സാരിയുടെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് അട്രാക്റ്റീവ് ആക്കുന്നത് ബോഡിയിൽ മൊത്തം വരുന്ന ഈ ഒരു ഗോൾഡൻ പ്രിൻസ് അല്ല, നൂലുകൊണ്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഈ ഒരു പിങ്കിന് കളർ കോമ്പിനേഷൻ ചെയ്തിട്ടുള്ള ബ്ലാക്കിലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബ്ലൗസും കോൺട്രാസ്റ്റിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ വരുന്ന ഓരോ സാരീസും അപ്പോൾ നമുക്ക് ഓരോ സാരീസ് എടുത്ത് കണ്ടാലോ. അടുത്തത് നമ്മുടെ ഒരു ഡാർക്ക് റെഡ് ബോഡിയാണ് വരുന്നത്. ഇതിൽ ഇതുപോലെ ഈ സെയിം ചെറിയ ഗോൾഡൻ ത്രെഡിൻ്റെ വർക്ക് വരുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ പല്ല് വരുന്നത് ഇങ്ങനെയാണ്, ഈ ഒരു ഗ്രീനിലാണ്. റെഡ് ആൻഡ് ഗ്രീൻ ഓൾവേസ് എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. ഇതിൻ്റെ ബ്ലൗസ് പീസും ഈ സെയിം കളറിൽ ഈ സെയിം പ്രിൻസിലാണ് കേട്ടോ വരുന്നത്. ഇതാണ് നെക്സ്റ്റ് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള കളറ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ഇടണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ നിങ്ങൾ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ. അപ്പോൾ കല്യാണ സീസണൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഗിഫ്റ്റൊക്കെ കൊടുക്കണം എന്നുണ്ടാവും അല്ലേ. എങ്ങനെ ഇത്ര ബൾക്കായിട്ട് വാങ്ങുക, എങ്ങനെയാണ് അത് ഇത്ര ബൾക്കായിട്ട് നിങ്ങൾ കൊടുക്കുമ്പോൾ ഇത്ര എക്സ്പെൻസ് ആവില്ലേ, അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടാണ് ഈ സാരീസ് ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വെഡ്ഡിങ് സീസണിൽ അല്ലെങ്കിൽ ഫെസ്റ്റീവ് സീസണിൽ നിങ്ങൾക്ക് ഹോൾസെയിലായിട്ടോ റീറ്റെയിലായിട്ടോ ഒക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൈസ് അറിയാൻ ക്യൂരിയോസിറ്റി ഉണ്ടാവും. അത് നിങ്ങൾ ഡയറക്റ്റ് മെസ്സേജ് അയച്ചോളൂ കേട്ടോ പ്രൈസിന് വേണ്ടിയിട്ട്. അപ്പോൾ നെക്സ്റ്റ് കളക്ഷൻ നമുക്ക് കാണാം. നെക്സ്റ്റ് ഒരു അടിപൊളി ഗ്രേ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ സാരിയാണ്. ഇതും കുറച്ച് ഏജ്ഡ് ആയവർക്കൊക്കെ ഒരു പട്ട് പോലത്തെ സാരിയൊക്കെ ഉടുക്കണമെന്നുണ്ടെങ്കിൽ കോട്ടൺ സിൽക്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളർ കോമ്പിനേഷനാണ് ഈ ഒരു ഗ്രേ ആൻഡ് ബ്ലാക്ക് സാരി. ഇതിൻ്റെ പല്ല് വരുന്നത് ബ്ലാക്കിലാണ്. ബ്ലൗസും ബ്ലാക്കിൽ തന്നെ വരുമ്പോൾ ഈ ഒരു ലൈറ്റ് കളർ അത് ഹൈലൈറ്റ് ചെയ്തെടുത്ത് കാണിക്കും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അടുത്തൊരു സാരി. അടുത്തത് പണ്ടൊക്കെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് കല്യാണ സാരികളൊക്കെ ആയിട്ട് സെലക്ട് ചെയ്തിരുന്ന ഒരു സാരിയാണ് ഈ കാണുന്ന ഒരു മജന്ത എന്ന് പറയാൻ പറ്റില്ല, ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡും അതുപോലെ തന്നെ ഒരു ഗ്രീൻ കോമ്പിനേഷനും. പണ്ടത്തെ ഒരുവിധം നമ്മുടെ അമ്മമാരുടെയൊക്കെ വെഡ്ഡിങ്ങിന് നമുക്ക് എൻ്റെ അമ്മയുടെ അത് തന്നെയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞത്. ഇപ്പോൾ അത് വീണ്ടും ട്രെൻഡിങ്ങിൽ വന്നിട്ടുണ്ട് കല്യാണങ്ങൾക്കൊക്കെ. അപ്പോൾ നിങ്ങൾ ഗസ്റ്റ് ആയിട്ടൊക്കെ പോകുമ്പോൾ ഈ ഒരു സാരി നിങ്ങൾക്കും ചൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ബോഡി മൊത്തം ഈ ഒരു പിങ്കിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ആൻഡ് ഓൾ ഓവർ ബോഡി മൊത്തം ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഗോൾഡിൻ്റെ വർക്ക്സ് വരുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ പല്ലു ഗ്രീനിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ബ്ലൗസ് പീസും ഗ്രീനിൽ തന്നെയാണ്. അതായത് ഞാൻ വീണ്ടും പറയുന്നു, ഇതിൻ്റെ എല്ലാം ബ്ലൗസ് കോൺട്രാസ്റ്റ് ആണ്. ബോഡിയിൽ വരുന്ന കളർ വേറെയും പല്ലുവിൽ വരുന്ന കളർ തന്നെയാണ് റിപ്പീറ്റ് അടിച്ചിട്ട് നിങ്ങളുടെ ബ്ലൗസിലും വരുന്നത് കേട്ടോ. അടുത്തത് നമ്മുടെ ഒരു ഗോൾഡൻ യെല്ലോയിലും അതുപോലെ തന്നെ ഇതിൻ്റെ പല്ല് ബ്ലാക്കിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇതുപോലെ ഈ ഗോൾഡൻ ബോർഡറും ഒക്കെ ഇതിന് വരുന്നുണ്ട്. ഇതിൻ്റെ ബ്ലൗസ് പീസും വരുന്നത് ബ്ലാക്കിലാണ്. അപ്പോൾ ഡാർക്ക് ഷെയ്ഡിൽ ബ്ലാക്ക് ബ്ലൗസ് പീസും കൂടി വരുമ്പോൾ ഈ ഒരു ലൈറ്റ് കളർ ഈ സാരീനെ കൂടുതൽ എലഗൻ്റ് ആക്കും. ഞാൻ എല്ലാം വെച്ചിരുന്നത് നിങ്ങൾക്ക് ആ കളർ എങ്ങനെ സ്യൂട്ട് ആവുന്നു, എങ്ങനെ ആപ്റ്റ് ആവുന്നു എന്ന് നിങ്ങൾക്ക് വെക്കുമ്പോൾ മനസ്സിലാവും. ഇതൊന്നും ഞാൻ നിവർത്തി കാണിക്കുന്നില്ല, കാരണം ഞാൻ ഈ ഉടുത്തിരിക്കുന്ന സാരി എന്താണോ അത് തന്നെയാണ് ഈ കാണുന്നതും. ഞാൻ ഈ ഉടുത്തിരിക്കുന്ന സാരി ഓൾ ഓവർ ബോഡി പിങ്ക് ആണെങ്കിലും ഇതിൻ്റെ പല്ല് വരുന്നത് ഇതുപോലെ ബ്ലാക്കിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ്. പിന്നെ ഈ ബ്ലൗസും ഞാൻ ഇതിൻ്റെ സെയിം ബ്ലൗസ് തന്നെയാണ് അടിച്ചിട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കും കോൺട്രാസ്റ്റ് ആയിട്ട് ഇതിൻ്റെ ബ്ലൗസ് തന്നെ അടിച്ചിടാം കേട്ടോ. ഇതിൻ്റെ ബ്ലൗസ് തന്നെയാണ് ഇതിന് ഏറ്റവും കൂടുതൽ സ്യൂട്ട് ആവുക. അപ്പോൾ നിങ്ങൾക്കത് എങ്ങനെ എലഗൻ്റായി സ്റ്റിച്ച് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഇതൊക്കെ അടിച്ചിട്ടല്ലോ ഉണ്ടാവില്ലേ. നെക്സ്റ്റ് നമ്മുടെ വരുന്നത് ഓറഞ്ച് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ സാരിയാണ്. ഓറഞ്ച് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന എപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള വേറൊരു ഷെയ്ഡാണിത്. ഇതാണ് ഇതിൻ്റെ ഓൾ ഓവർ ബോഡി ഓറഞ്ചിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ് ബ്ലാക്കിലാണ് വരുന്നത്. ഈ ബ്ലൗസ് പീസ് നിങ്ങൾക്ക് ആവശ്യാനുസരണം ലെങ്ത്തിലൊക്കെ നിങ്ങളുടെ സ്ലീവ് തയ്ച്ചിടാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പം ഞാനിത് 3/4 സ്ലീവ് തയ്ച്ചിട്ട് എനിക്ക് കുറച്ചും കൂടി തുണി ബാക്കിയുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഹാഫോ 3/4 ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ.
നെക്സ്റ്റ് നമ്മുടെ കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് വയലറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിൽ വരുന്ന അടിപൊളി സാരിയാണിത്. ഇതെല്ലാം കോട്ടൺ സിൽക്കാണ്. ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് കോട്ടൺ ആൻഡ് സിൽക്ക് മിക്സിലാണ് ഈ സാരീസൊക്കെ വരുന്നത്. നിങ്ങൾക്ക് അയൺ ചെയ്തിട്ടൊക്കെ അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന സാരിയാണിത്. ഒതുങ്ങി നിൽക്കും കേട്ടോ ഈ സാരി. തടിച്ചവർക്കും മെലിഞ്ഞവർക്കും ഒക്കെ ആപ്റ്റ് ആവുന്ന വിധത്തിലാണ് ഈ സാരി ചെയ്തെടുത്തിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ ഓൾ ഓവർ ബോഡി വരുന്നത് ഈ ഒരു വയലറ്റ് ഷെയ്ഡിലാണ്. വയലറ്റിൽ ഈ ഗോൾഡൻ ത്രെഡിൻ്റെ വർക്ക് നന്നായിട്ട് ഷൈനിങ് ചെയ്ത് എടുത്ത് കാണിക്കുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ പല്ല് വരുന്നത് ഈ ഒരു ബ്ലൂവിലാണ്. നല്ല പൊന്മാൻ ബ്ലൂ എന്നൊക്കെ പറയില്ലേ, ആ പൊന്മാൻ്റെ കളറിലൊക്കെ വരുന്ന ആ ഒരു ബ്ലൂ ആണ് കേട്ടോ ഇതിന് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസും വരുന്നത് ഈ ഒരു ബ്ലൂവിൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു വയലറ്റ് സാരിക്ക് ഈ ഒരു ബ്ലൂ ബ്ലൗസ് പീസും കൂടി നിങ്ങൾ തയ്ച്ചിടുമ്പോൾ നിങ്ങൾ എത്രത്തോളം എലഗൻ്റ് ആവും നിങ്ങൾക്ക് ആലോചിച്ചാൽ പോരെ. അപ്പോൾ അത്രയും സൂപ്പർ കളക്ഷനാണ് ഇപ്രാവശ്യം നമ്മുടെ വില്ലേജ് ജ്വല്ലറിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള. എപ്പോഴും കോട്ടൺ സാരി, ലിനൻ സാരി ഒക്കെ കണ്ടിട്ട് നിങ്ങളും അടുത്തുനിന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ ഞാൻ പുതിയ സാരീസ് നിങ്ങൾക്ക് വേണ്ടി ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു കളർ കോമ്പിനേഷൻ വരുന്നത് ഒരു ഡാർക്ക് ഗ്രീനും അതുപോലെ തന്നെ ആ ഒരു പൊന്മാൻ ബ്ലൂ എന്ന് പറയുന്ന ആ ഒരു കളറിലും വരുന്നതാണ് കേട്ടോ ഈ ഒരു സാരി. അപ്പോൾ ഡാർക്ക് ബ്ലൂ അതുപോലെ തന്നെ ഡാർക്ക് ഗ്രീൻ നിങ്ങൾ സ്റ്റൈൽ ചെയ്യുമ്പോൾ അതും ഇതുപോലെ തന്നെ കോൺട്രാസ്റ്റ് ബ്ലൗസ് വരുമ്പോൾ ഈ ഒരു കളറിനെ എടുത്ത് കാണിക്കും. അപ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷൻ ഒക്കെ റെയർ കളേഴ്സും അതുപോലെ തന്നെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷനും മിക്സ് ചെയ്ത് വരുന്ന സാരിയാണ് ഇത്തവണ ഉള്ളത്. എനിക്കിത് കണ്ടപ്പോൾ എല്ലാ സാരിയും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ ഒരു സാരിയുടെ റീൽ ഇട്ടപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം റെസ്പോണ്ടും വ്യൂസും ഒക്കെ കിട്ടിയിട്ടുള്ളതാണ്. അതിലുപരി കൂടുതൽ എൻക്വയറീസും വന്നിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുക്കാൻ എപ്പോഴാണ് സമയം കിട്ടിയത്. അപ്പോൾ നെക്സ്റ്റ് കളറിൽ നമുക്ക് കാണാം. ഡാർക്ക് റെഡിൽ വരുന്ന ഒരു സാരിയാണ്. ഡാർക്ക് റെഡ് ആൻഡ് ബ്ലാക്ക് എല്ലാവരുടെയും ഫേവറേറ്റ് തന്നെയാണ്. ഈ ഒരു കളർ കോമ്പിനേഷനിൽ വരുന്ന സാരിയാണ് അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത്. ഇതിൻ്റെ ഓൾ ഓവർ ബോഡി ഈ ഒരു റെഡിൽ വരും. ബ്ലഡ് റെഡ് എന്നൊക്കെ നമുക്ക് പറയാം. അത്രയും ഉദിച്ചു നിൽക്കുന്ന ഒരു അടിപൊളി റെഡാണ്. ആൻഡ് ഇതിൻ്റെ പല്ല് വരുന്നത് ഈ ഒരു ബ്ലാക്കിലാണ്. ഇതിൻ്റെ ബ്ലൗസ് പീസും ബ്ലാക്കിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ സാരിയുടെ സൈഡിലൊക്കെ ഇങ്ങനെ ടെസൽസും കൂടി വരുമ്പോൾ അത് ഒന്നും കൂടി നിങ്ങൾക്ക് റിച്ച് ആയിട്ട് എലഗൻ്റ് ആയിട്ട് നിങ്ങൾ എടുത്ത് കാണിക്കും. അപ്പോൾ വെഡ്ഡിങ്ങിനും ബാക്കിയുള്ള ഫെസ്റ്റീവ് കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാരിയാണ്. എന്തിനാണ് നമ്മൾ പുറത്ത് പോയിട്ട് 2000 എബോ 3000 എബോ സാരീസൊക്കെ വാങ്ങുന്നത്? നമുക്ക് എപ്പോഴും എടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് ഉപയോഗിച്ചിട്ട് നമുക്കത് മടക്കി വെക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് വീണ്ടും ചെറിയ ഫംഗ്ഷൻസിനോ കാര്യങ്ങൾക്കോ റെഗുലർ ആയിട്ട് എടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള സാരീസാണ് ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത കളർ കാണാം. നെക്സ്റ്റ് നമ്മുടെ ഒരു തത്തപ്പച്ച മജന്ത കോമ്പിനേഷനിൽ വരുന്ന സാരിയാണ്. നിങ്ങൾ ബ്ലാക്ക് പല്ല് കണ്ടുമടുത്തെങ്കിൽ ഇത് വേറൊരു കളർ കോമ്പിനേഷനാണ്. ഈ ഒരു തത്തപ്പച്ചയും അതുപോലെ തന്നെ ഇതൊരു ഗോൾഡൻ മിക്സ് ഒക്കെ വരുന്നതുകൊണ്ട് ഇതൊന്നും കൂടി ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം ഇതിൻ്റെ ഭംഗി അറിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനിവിടെ ഡയറക്റ്റ് കാണുമ്പോൾ ഈ സാരീസ് എല്ലാം അടിപൊളിയാണ്. നിങ്ങൾ വൺ ടൈം എങ്കിലും നിങ്ങൾ നമ്മുടെ നിന്ന് പർച്ചേസ് ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായം ഞങ്ങളുടെ അടുത്ത് പറയണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പല്ല് വരുന്നത് ഈ ഒരു കളറിലാണ്. ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും ലാസ്റ്റ് പല്ലുവിൻ്റെ ലാസ്റ്റ് നമ്മുടെ ബോഡിയുടെ കളറും കൂടി ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഒന്നും കൂടി രസമുണ്ട് ഈ സാരി കാണാൻ. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഈ ഒരു മജന്ത ഷെയ്ഡിൽ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കാണുന്നതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഈ സാരിയുടെ കൂടെ കോമ്പിനേഷനിൽ വരുമ്പോൾ നല്ല രസമാണ് അതെടുത്ത് കാണിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഞാൻ വീണ്ടും പറയും, നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ അത് ഫോളോ ചെയ്താൽ മാത്രമേ, അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് റെഗുലർ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത സാരി കാണാം. അടുത്ത നമ്മുടെ ഒരു ഗോൾഡൻ യെല്ലോ, അടിപൊളിയായിട്ടുള്ള ഒരു യെല്ലോ ആണ് കേട്ടോ. അതൊരു ചെറിയൊരു ഗ്രീൻ മിക്സ് വരുന്ന യെല്ലോ ആണ്. ആൻഡ് ഇതിൻ്റെ പല്ലു ഈ ഒരു ഗ്രീനിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. കുറച്ച് ഡാർക്കായിട്ടുള്ള ഗ്രീനാണ്. അപ്പോൾ ഈ രണ്ട് ഷെയ്ഡ്സും കൂടി ആകുമ്പോൾ ഇത് കൂടുതലായിട്ട് എടുത്ത് കാണിക്കുന്ന ഒരു സാരിയാണ്. എല്ലാറ്റിനും അടിപൊളിയായിട്ടുള്ള കളർ കോമ്പിനേഷൻ തന്നെ ചെയ്തെടുത്തുകൊണ്ട് വെഡ്ഡിങ്ങിലൊക്കെ നിങ്ങൾക്ക് തിളങ്ങി നിൽക്കാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് നോർമലി ഞാൻ പറഞ്ഞ പോലെ കോൺട്രാസ്റ്റിൽ തന്നെയാണ്. ഈ ഒരു ഷെയ്ഡിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ ബോഡിയുടെ കളറ് പല്ലുവിൻ്റെ ലാസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ മുടഞ്ഞെടുത്തിട്ട് ബാക്കിയുള്ള നൂല് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. വെഡ്ഡിങ്ങിനൊക്കെ നിങ്ങൾ കാണുന്ന സാരീസ് പോലെ തന്നെ ഈ സാരി പുറത്തൊക്കെ നല്ല റേറ്റ് ഉണ്ട്. നെക്സ്റ്റ് നമ്മുടെ ഓൾ ഓവർ ബോഡി മെറൂണിലും അതുപോലെ തന്നെ പല്ല് പിങ്കിലും ചെയ്തെടുത്തിട്ടുള്ള ഒരു സാരിയാണ്. മെറൂൺ ഇഷ്ടപ്പെടുന്നവരൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു കളർ കോമ്പിനേഷൻ സാരിയാണിത്. ഇതൊരു അടിപൊളി മെറൂൺ ആണ്. ഇതിൽ ഈ ഗോൾഡൻ ത്രെഡൊക്കെ നല്ല ഹൈലൈറ്റ് ചെയ്തെടുത്ത് കാണിക്കുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ പല്ല് വരുന്നത് ഈ ഒരു പിങ്കിലും പിന്നെ ഈ ബോഡിയുടെ ഒരു മെറൂണ് താഴത്തും കൂടി എടുത്ത് കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഈ പറഞ്ഞ പോലെ ടെസൽസ് എല്ലാം മുടഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വെഡ്ഡിങ് ലുക്ക് തരുന്ന രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്.
അടുത്തൊരു കളർ കോമ്പിനേഷൻ പിങ്ക് ആൻഡ് ഗ്രീനിൽ വരുന്ന കളർ കോമ്പിനേഷൻ സാരിയാണ്. ഇതിനും കോൺട്രാസ്റ്റ് ബ്ലൗസ് തന്നെയാണ് വരുന്നത്. ബോഡി മൊത്തം ഈ ഒരു പിങ്കിലും ആൻഡ് ബ്ലൗസ് പീസ് ഈ ഒരു ഇതിലും പല്ലു ഈ ഒരു ഷെയ്ഡിലും തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത കളർ കാണാം. ഈ സാരി പുറത്തൊക്കെ നല്ല റേറ്റ് ഉണ്ട്, പക്ഷെ നമുക്കിത് അഫോർഡബിൾ ആയിട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് നമ്മളിത് ഡയറക്റ്റ് ഉണ്ടാക്കുന്നവരുടെ അടുത്താണ് ഈ സാരി വാങ്ങുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും അഫോർഡബിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഒരു ഷോപ്പൊക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണോ നിങ്ങൾ, അല്ലെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് കല്യാണ സീസണിൽ കല്യാണ സാരീസ് നിങ്ങൾക്ക് ബൾക്കായിട്ട് സ്റ്റോർ ചെയ്യണം എന്നുണ്ടോ, അങ്ങനെയുള്ളവർക്ക് നമ്മുടെ വില്ലേജ് ജ്വല്ലറി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ എത്ര പീസ് എടുക്കണം എന്നുള്ളത്. പക്ഷേ പീസസ് കൂടുന്തോറും എനിക്കൊന്നും കൂടി റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് അടുത്ത സാരീസ് കാണാം. നെക്സ്റ്റ് ഒരു ബ്ലഡ് റെഡ് ആൻഡ് അതുപോലെ തന്നെ ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന സാരിയാണ്. ഇതിനും കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ബ്ലൗസ് തന്നെയാണ് വരുന്നത്. ഇനി ഞാൻ ജസ്റ്റ് കളർ കോമ്പിനേഷൻ എടുത്ത് കാണിച്ചു പോകുന്നുള്ളൂ കേട്ടോ. ഇനി അടുത്ത കളർ കാണാം. റെഡ്. ഇനി എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾ കാണാൻ കൊതിക്കുന്നത്, നിങ്ങൾ എപ്പോഴും ചൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു കളർ കോമ്പിനേഷനുള്ള സാരിയാണ് ഈ കാണുന്ന മെറൂൺ ആൻഡ് ഗ്രേ കോമ്പിനേഷനിൽ വരുന്ന സാരി. അപ്പോൾ മെറൂൺ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പെട്ടെന്ന് തന്നെ ഈ ഒരു കളർ ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ കാണുന്ന ബോഡി മൊത്തം ഈ ഒരു മെറൂണിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പല്ല് വരുന്നത് ഈ ഒരു ഗ്രേ, മൊത്തത്തിൽ ഈ ഒരു കളർ ഗ്രേ എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു മിക്സഡ് ഷെയ്ഡാണ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസും വരുന്നത് ഈ ഒരു ഷെയ്ഡിൽ തന്നെയാണ് ഇതിൻ്റെ ബ്ലൗസ് പീസും കൊടുത്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ്. ബോർഡറൊക്കെ വെച്ച് നിങ്ങൾക്ക് തയ്ക്കും. ഞാൻ ഈ തയ്ച്ചിരിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് ഒരു അടിപൊളി ബ്ലൂ. ഈ ഒരു ബ്ലൂ എനിക്ക് എടുത്തു പറയാൻ പറ്റില്ല, കാരണം അത്രയും ഉദിച്ചു നിൽക്കുന്ന ഒരു കൈൻഡ് ഓഫ് ബ്ലൂ ആണിത്. ഞാനിത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഭംഗി അറിയുന്നുണ്ടാവും. ബ്ലൂ ആൻഡ് പിങ്ക് കോമ്പിനേഷനിൽ വരുന്ന സൂപ്പർ ആയിട്ടുള്ള ഒരു സാരിയാണ്. ഇതിനും കോൺട്രാസ്റ്റ് ബ്ലൗസ് ആണ്. ഈ കാണുന്ന ബോഡി ബ്ലൂവിന് മാച്ചായിട്ട് വരുന്നത് ഈ കാണുന്ന ഒരു മജന്ത എന്ന് പറയാൻ പറ്റില്ല, ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡിൽ വരുന്ന കോമ്പിനേഷനാണ് കേട്ടോ ബ്ലൗസ് പീസ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ സാരി. ഇതിൽ കണ്ടോ ഈ ഗോൾഡൻ ബോർഡറൊക്കെ എത്ര ഹൈലൈറ്റ് ചെയ്തിട്ട് എടുത്ത് കാണിച്ചിട്ടുള്ളത് എന്ന്. അപ്പോൾ ഇത് നിങ്ങൾക്കൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിതിൻ്റെ റേറ്റ് നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ പറയുള്ളൂ. ഞാനിത് പബ്ലിഷ് ചെയ്യുന്നില്ല, സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. അപ്പോൾ അടുത്ത സാരി നമുക്ക് കാണാം. ഇനി നമുക്ക് റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലുള്ള സാരി കണ്ടാലോ. അപ്പോൾ കോട്ടൺ സിൽക്ക് സാരിയിൽ അടിപൊളിയായിട്ട് വരുന്ന അടുത്തൊരു കളർ കോമ്പിനേഷനാണ് ഈ കാണുന്ന ഒരു ഡാർക്ക് റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന സാരി. ഓൾ ഓവർ ബോഡി മൊത്തം ഈ ഒരു ഡാർക്ക് റെഡിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ പല്ല് വരുന്നത് ഈ ഒരു ബ്ലാക്കിലും ബ്ലൗസ് പീസും ഇതുപോലെ തന്നെ ഈ ഒരു ബ്ലാക്കിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഞാൻ ഈ സ്റ്റിച്ച് ചെയ്തിട്ട പോലത്തെ ബ്ലൗസ് പീസ് മെറ്റീരിയൽ തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതന്നെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ എങ്ങനെ സ്റ്റിച്ച് ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഈ സാരി നിങ്ങളെ ഏതൊരു ഇവൻറ്റിലും എലഗൻ്റ് ആക്കും. നെക്സ്റ്റ് ഒരു ബ്രൈറ്റ് പിങ്ക് ആൻഡ് ബ്ലാക്കിൻ്റെ കോമ്പിനേഷനിൽ വരുന്ന സാരിയാണ്. ഞാൻ ഈ ഉടുത്തിരിക്കുന്ന ഒരു പിങ്ക് മെറൂൺ കലർന്ന ഒരു പിങ്കാണ്. ഇത് വേറൊരു മജന്ത കലർന്ന പിങ്കാണ്. അപ്പോൾ ഈ ഒരു പിങ്കിന് ഈ ഒരു ബ്ലാക്ക് പല്ലുവാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ബ്ലൗസ് പീസും ഈ ഒരു ബ്ലാക്കിൽ തന്നെയാണ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ ബോഡിയുടെ കളർ ഈ പറയുന്ന പോലെ പല്ലുവിൻ്റെ താഴത്ത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് അടുത്തൊരു കളർ കോമ്പിനേഷൻ. നെക്സ്റ്റ് നമ്മുടെ ഒരു ലൈറ്റ് പാരറ്റ് ഗ്രീൻ ആൻഡ് അതുപോലെ തന്നെ ഒരു ബ്ലാക്കിൽ വരുന്ന പല്ലുവിൽ ചെയ്തെടുത്തിട്ടുള്ള സാരിയാണ്. ഇതിനും കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലാക്ക് ബ്ലൗസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ബോഡിയുടെ കളറ് ഈ കാണുന്ന താഴത്ത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് അടുത്തൊരു കളർ കോമ്പിനേഷനിൽ വരുന്ന സാരി. ഇനി നമുക്ക് അടുത്ത കളർ കാണാം. കവറ്. ഇന്നത്തെ യൂത്തൊക്കെ ഇടാൻ ഇഷ്ടപ്പെടുന്ന വളരെ ആഡംബരമില്ലാത്ത അല്ലെങ്കിൽ വളരെയധികം വർക്കൊന്നും ഇല്ലാത്ത സിമ്പിളായിട്ടുള്ള പാറ്റേണിൽ ചെയ്തെടുത്തിട്ടുള്ള കോട്ടൺ സിൽക്ക് സാരീസാണിത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഇതിലധികം ഗോൾഡ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുക അല്ലെങ്കിൽ അധികം വർക്ക് കാണിക്കുക ഒന്നുമില്ല. പക്ഷേ ഇത് ഏതൊരു ഫംഗ്ഷനും നിങ്ങൾ എലഗൻ്റ് ആക്കുന്നത് ഈ ഒരു കളർ കോമ്പിനേഷനും ഈ ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസും തന്നെയാണ്. അടുത്തത് വരുന്നത് ഈ ഒരു മാമ്പഴ മഞ്ഞയിൽ ഈ ഒരു ബ്ലാക്ക് പല്ലുവിൽ ചെയ്തെടുത്തിട്ടുള്ള സാരിയാണ്. ഇതിൻ്റെ പല്ലു വരുന്നത് ഈ ഒരു ബ്ലാക്കിലാണ് ആൻഡ് ബ്ലൗസ് പീസ് ഓൾസോ ബ്ലാക്കിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഞാൻ ഈ ഇട്ടിരിക്കുന്ന സെയിം, ഞാൻ വീണ്ടും റിപ്പീറ്റ് അടിച്ച് പറയുന്നു, ഈ ഒരു സെയിം ബ്ലൗസ് പീസ് തന്നെയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തൊരു കളർ ഷെയ്ഡ് കാണാം.
ബ്ലാക്കൊക്കെ ഇഷ്ടപ്പെടുന്നവരെ നമ്മൾ നിരാശപ്പെടുത്തിയിട്ടില്ല. ബ്ലാക്ക് ബോഡിയിലും ചെയ്തെടുത്തിട്ടുള്ള അടിപൊളി കോട്ടൺ സിൽക്ക് സാരിയാണിത്. ഓൾ ഓവർ ബോഡി മൊത്തം ഈ ഒരു ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ ഇതിലാണ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ പല്ല് വരുന്നത് ബ്ലാക്കിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലൂറസെൻ്റ് ഓറഞ്ചിലാണ് ഇതിൻ്റെ പല്ല് വരുന്നത്. ഇതിൻ്റെ ബ്ലൗസ് പീസും ഈ കാണുന്ന ഒരു ഓറഞ്ചിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി തന്നെയാണ് കേട്ടോ ഈ കാണുന്നത്. നെക്സ്റ്റ് ഒരു മാംഗോ യെല്ലോ ആൻഡ് ബ്ലാക്കിൽ വരുന്ന ഒരു സാരിയാണ്. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. ബോഡി ഈ ഒരു യെല്ലോയിലാണെങ്കിൽ ഇതുപോലെ ബ്ലാക്ക് കോൺട്രാസ്റ്റ് ബ്ലൗസാണ് ഈ ഒരു സാരിക്ക് വരുന്നത്. അപ്പം നമ്മുടെ ഇത്രയും വെറൈറ്റീസ് ആയിട്ടുള്ള കളർ കോമ്പിനേഷനും കോൺട്രാസ്റ്റ് ബ്ലൗസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ കൂടുതലായിട്ടുള്ള വീഡിയോയ്ക്ക് നിങ്ങളുടെ വില്ലേജ് അല്ലർ ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക. എൻ്റെ പേഴ്സണൽ അക്കൗണ്ട് അനഘ വിജയ് എന്ന് പറഞ്ഞ അക്കൗണ്ടിലും ഞാൻ റീൽസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് നിവർത്തി കാണിക്കുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്യരുത്. കാരണം നിങ്ങൾക്ക് ഇതിന്ന് സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഓരോ കളറും നിങ്ങൾക്ക് അതുപോലെ എടുത്ത് കാണിച്ചു തരാം. ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ്. എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് അതിൽ വരുന്നതാണ്. എനിവേ താങ്ക് യു ഫോർ വാച്ചിങ്.